ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൂശിതനായ ഈശോയുടെ സമാധാനവും ശാന്തതയും എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഓരോ നോമ്പും ക്രൂശിതനായ ഈശോയുടെ പിന്നാലെയുള്ള ജൈത്രയാത്രയാണ്. നമ്മിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ്. സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ സഹനത്തിൽ പങ്കുചേർന്ന് സന്തോഷത്തോടെ അവന് വേണ്ടി അർപ്പിക്കപ്പെടേണ്ട സമയമാണ് ഓരോ ഉപവാസ ദിനങ്ങളും നോമ്പുകാലവുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യെശയ്യാ 53:4 പറയുന്നു, അവൻ നിന്ദിക്കപ്പെട്ടു, അവൻ നമ്മുടെ വേദനകള് ദുഃഖങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് അറക്കപ്പെടാറായ കുഞ്ഞാടിനെ പോലെ നിശബ്ദനായി കാൽവരിയിലേക്ക് യാത്രയായി. അവൻ നിന്ദിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് സഹോദരങ്ങളെ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയല്ലേ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ അവൻ മുൾമുടി ചൂടി നിശബ്ദനായി കാൽവരിയിലേക്ക് കടന്നു കയറിയത്? അവന്റെ രക്തത്തുള്ളി വിയർപ്പ് തുള്ളികളായി നിലത്തിറ്റിട്ട് വീണത് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് ആയിരുന്നില്ലേ? സഹോദരങ്ങളെ, തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ പുണ്യനാളുകളിൽ നമുക്ക് അവന്റെ സഹനത്തില് പങ്കുചേരാം. സമാധാനമില്ലാത്ത ഈ ലോകത്ത് യഥാർത്ഥ സമാധാനത്തിന്റെ വക്താക്കളായി നാം മാറുമ്പോൾ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തില് വലിയ പരിവർത്തനങ്ങളും അർത്ഥപൂർണവുമാക്കി മാറ്റും എന്നുള്ളതിൽ സംശയമില്ല. അതെ, അവനോടൊപ്പം അവന്റെ സഹനത്തില് അല്പമെങ്കിലും നമുക്ക് പങ്കുകാരാകണമെങ്കിൽ അവന്റെ വചനം നാം ഹൃദയത്തിലേറ്റി അവനോടൊത്ത് അവന്റെ സ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ഈ തപസ്സിന്റെ നാളുകൾ ധന്യമാക്കാം. എല്ലാവരെയും നല്ലവനായ ഈശോ അനുഗ്രഹിക്കട്ടെ. ക്രൂശിതനായവൻ എപ്പോഴും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവനാണ്. അവന് നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും എല്ലാം അറിയാം. അവൻ നമ്മെ ഒരിക്കലും തനിച്ചാക്കുന്നില്ല. ആ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സഹനങ്ങളെ അവന് കാഴ്ചവെച്ചുകൊണ്ട് ഈ നോമ്പുകാലം പൂർത്തിയാക്കാം.